dear friends, assalamu alaikum, നമസ്കാരം, വെൽക്കം ടു ഷാൻസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇത് ഫ്രൈഡേ എടുത്തിട്ടുള്ളതാണ്. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മലബാർ അടുക്കളയുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ഈവനിങ്ങിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് 2 സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് സൗദി കബ്സയാണ്. അത് ഇവിടുത്തെ അറബ്സ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീട്ടിലുള്ള മസാലപ്പൊടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന കബ്സ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഈ ഒരു കബ്സ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മലബാർ അടുക്കളയുടെ മീറ്റപ്പിന് പോയപ്പോൾ അവിടെ കുറച്ച് മത്സരവും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഉണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുക്ക് വെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ, പിന്നെ പാത്രം വാങ്ങിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. എ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ പാത്രം, കാസ്റ്റ് അലുമിനിയം നോൺ സ്റ്റിക്ക് കുക്ക് വെയർ. ഇത് പ്രസ്റ്റീജിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ്, വിൻസർ എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ ബ്രാൻഡാണ്. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് അങ്ങനെയാണ് അവർ പറയുന്നത്. നല്ലതാണ് കേട്ടോ. ഇതിന് ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പോലെ അല്ല ഈ ഒരു പാത്രം എന്ന് പറയുന്നത്. ഇതൊരു 9 പീസ് സെറ്റാണ് കേട്ടോ. കുക്കിംഗ് ടൂൾ ഉൾപ്പെടെ 9 പീസ് സെറ്റാണ്. അപ്പോൾ ഇതാണ് അതിലത്തെ ചെറിയ കാസറോൾ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ താഴെ കണ്ടില്ലേ നിങ്ങളൊരു സ്റ്റീൽ കോട്ടിംഗ് ഉണ്ട്, സ്റ്റീൽ ബേസ് ഉണ്ട് ഇതിന്. സാധാരണ നോൺ സ്റ്റിക്കിന് അത് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കാസ്റ്റ് അലുമിനിയം നോൺ സ്റ്റിക്ക് കുക്ക് വെയർ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹാൻഡിൽസ് നല്ല സ്മൂത്താണ്, അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഇത് അതിൻ്റെ തന്നെ ലിഡാണ്. പിന്നെ ഇതിലൊരു 4 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്. ഇതിൽ ബ്ലാക്ക് ഉണ്ട്, ടെർക്കോയ്സ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട്, അങ്ങനെ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഫ്രൈയിങ് പാൻ എന്ന് പറയുന്നത്. ഇത് ഫ്രൈയിങ് പാൻ ആണോ സോട്ട് പാൻ ആണോ എന്ന് എനിക്ക് അങ്ങോട്ട് അറിയുന്നില്ല. ഫ്രൈയിങ് പാൻ വരുന്നുണ്ട്. ഫ്രൈയിങ് പാനിന് ലിഡില്ല, സോട്ട് പാനിന് ലിഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ സോട്ട് പാനിൻ്റെ ലിഡ് ഫ്രൈയിങ് പാനിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് അതിൻ്റെ ബിഗ് കാസറോള്. ഇതുണ്ടല്ലേ, ഇതാണ് അതിൻ്റെ ബിഗ് ആയിട്ട് വരുന്നത്. നല്ല ക്യൂട്ടാണ് കേട്ടോ പാത്രങ്ങൾ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്കിത് യൂസ് ചെയ്യാനേ തോന്നണേ, ഇത് ഇങ്ങനെ എടുത്തു വെക്കാൻ തോന്നുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത് ഇത് കെമിക്കൽ ഫ്രീ ആണ്. അതായത് ഇത് എക്കോ ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. സാധാരണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് PFOA എന്ന് പറയുന്ന ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് പെർഫ്ലൂറോ ഒക്ടിനോയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ ആ ഒരു കെമിക്കൽ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് PFOA ഫ്രീ ആണോ എന്ന് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ എത്ര ഒരു മീഡിയം ഫ്ലെയിം അങ്ങ് കൂടിയാലും ഇത് അടി പിടിക്കുന്നൊന്നുമില്ല, അത്രയും നല്ലതാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ, അടിപൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിൽ ക്ലീനിങ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് റെസിപ്പീസ് മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ ജസ്റ്റ് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മലബാർ അടുക്കളയുടെ മീറ്റപ്പിന് പോവുകയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്നാക്കാണ്, ഞാൻ മുട്ട ബജ്ജിയും അതുപോലെ നമ്മുടെ ചിക്കനും ഒന്നും യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു കട്ട്ലേറ്റുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്ന് രാവിലെ ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഗ്ലൗസ് ഇല്ലേ, അത് നല്ല സുഖമാണ് കേട്ടോ നമുക്കിത് പിടിക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ബാറ്റർ തയ്യാറാക്കണ്ടേ. അപ്പോൾ ആ ഒരു ബാറ്റർ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കിയിട്ട് വെച്ചു. രാവിലെ നമ്മളതൊരു 5 മണിക്കൂർ മിനിമം 5 മണിക്കൂർ അത് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ബാറ്റർ റെഡി ആക്കിയിട്ട് അങ്ങനെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ, ഹാർഡാവാണ്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.
അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 8-9 ടേബിൾ സ്പൂണോളം കടലമാവ് ഇട്ടു. അതിലേക്ക് 3 ടീസ്പൂൺ മൈദ ആഡ് ചെയ്തു. പിന്നെ അതിലോട്ട് കുറച്ച് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി, ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് അപ്പസോഡ, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടു, ഉപ്പ് ഇട്ടു. എന്നിട്ട് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും പിന്നെ വേപ്പിലയും കൂടെ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മണവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിടുമ്പോൾ കുറച്ചുകൂടെ പ്രത്യേക ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് അങ്ങ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. കൈവച്ച് മിക്സ് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ മുട്ട ബജ്ജി തന്നെ നമുക്ക് കുറേ രീതിയിൽ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഉള്ളിൽ ചമ്മന്തിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിപ്പോൾ അവിടെ അടച്ച് പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, സൗദി കബ്സ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ച ആ പാത്രമല്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ പാത്രത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് അരി വെച്ചിട്ടാണ് ഈ ഒരു കപ്സ് ഉണ്ടാക്കുന്നത്. ഇത് ലോങ് റൈസില്ല, അതായത് ബസ്മതി റൈസ്, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവോള എന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്യാണ്. ജസ്റ്റ് 1.5 സവോള എടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ചെറിയ സവോള ആയ കാരണമാണ് ഞാൻ 2 എടുത്തത്. എന്നിട്ട് അങ്ങ് സോട്ട് ചെയ്യുക. അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഇഞ്ചിയാണ് ചേർക്കുന്നത്, അതായത് നല്ലോണം ചതച്ചിട്ടുള്ള ഇഞ്ചി. ഇതിപ്പോൾ ഇടിക്കല്ല് വെച്ചിട്ട് ഞാൻ ചതച്ചെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ഓവർ മസാലയും കാര്യങ്ങളും അതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അങ്ങനത്തെ പ്രൊസീജിയറൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്യുക, ബാക്കിയൊക്കെ വേവിച്ചെടുക്കുക, അങ്ങനെ ആ ഒരു രീതിയിലാണ്. അപ്പോൾ അത് ഇഞ്ചി ഇട്ടിട്ട് പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസില്ലേ, അതാണ് ഞാൻ ഒഴിച്ചത്. ശരിക്കും അവർ പറഞ്ഞത് എന്നോട് ടൊമാറ്റോൻ്റെ പ്യൂരി ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാൻ, പക്ഷെ അത് 1/2 ടീസ്പൂൺ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് എടുക്കാനായിട്ട് ടൊമാറ്റോ ഇതാക്കേണ്ടത് ചെയ്യാൻ ടൊമാറ്റോയുടെ സോസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്തത് കേട്ടോ. പക്ഷെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. അതൊഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്യൂരി ആക്കിയിട്ട് ഒഴിച്ചാലും മതി. ഇനി ഇതാണ് അതിൻ്റെ മസാലക്കൂട്ട്. മസാല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പട്ടയല്ലേ, പട്ട ഗ്രാമ്പു, ഇത് ഫസ്റ്റത്തെ പട്ട നന്നായിട്ട് പൊടിച്ചത്, അതുപോലെ ഇത് ഗ്രാമ്പു നന്നായിട്ട് പൊടിച്ചത്, പിന്നെ ഏലക്കായ പൊടിച്ചത്, പിന്നെ കുരുമുളക് പൊടിച്ചത്, പിന്നെ വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയില്ലേ അത് ചുരണ്ടി എടുത്തത്. എല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് കേട്ടോ കണക്ക്. ഈ 2 ഗ്ലാസ് അരിക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പൊടി ഞാൻ ജസ്റ്റ് എടുത്തപ്പോൾ കൂടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ കറക്റ്റ് 1/2 ടീസ്പൂൺ ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊരു യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, അത് പ്രശ്നമില്ല. പക്ഷേ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അവരിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1.5 തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി 2 വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ ബിഗ് ആയതുകൊണ്ടാണ്, വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 1.5 ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർത്തോളൂ, കാരണം അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ വരണമല്ലോ. പിന്നെ തക്കാളി ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരെണ്ണത്തിന് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് ഹാഫ് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു ഡ്രൈഡ് ലെമണിൽ ഉണക്ക നാരങ്ങ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിടുന്ന സമയത്തൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഇതാ കഴുകി വെച്ച ചിക്കൻ. ഇതിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ശരിക്കും കപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ പീസായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ചിക്കൻ എടുത്തിട്ട് അതിനെ ഹാഫാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഉള്ള പീസ് വെച്ചിട്ട് ചെയ്യാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു പീസായിട്ട്. പിന്നെ 2 ആൾക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇതങ്ങുള്ള പോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ആ ചിക്കൻ ഞാനൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് വരഞ്ഞിട്ടിട്ടുണ്ട് ഉള്ളിലോട്ടൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ഉപ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, കാരണം ചിക്കൻ ഇതിൽ കിടന്ന് വേവാൻ പോവാണ്. അപ്പോൾ ഉപ്പ് നന്നായിട്ട് അതിൽ വരണം. ഇനി അങ്ങ് മൂടി വെക്കാം. അപ്പോൾ ഈ മൂടി വെച്ചിട്ട് ഇനി ഇതിൽ നിന്ന് ആ ചിക്കൻ്റെ വെള്ളം, അതായത് ആ ചിക്കൻ സ്റ്റോക്ക് ഇറങ്ങിയിട്ട് നല്ലോണം, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നന്നായിട്ട് അങ്ങ് വരണം. അപ്പോൾ ഇത് കപ്സ മിക്സ് ആണ് നോറിൻ്റെ. ഞാൻ മുന്നൊക്കെ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു കപ്സ മിക്സ് ആണ് കേട്ടോ, അടിപൊളി കപ്സ മിക്സ് ആണ്. ഇത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞ റെസിപ്പി ആണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു കപ്സ മിക്സ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കപ്സ മസാല വെച്ച് എങ്ങനെ നമുക്ക് കിട്ടാറ് അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ വലിയ കാര്യമായിട്ട് അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. നമ്മൾ ഇട്ട സംഭവങ്ങളൊക്കെ തന്നെ അതിൽ എഴുതിയിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ എന്തൊക്കെയോ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തുറന്നു നോക്കിയ സമയത്ത് വെള്ളം അതിൽ അത്യാവശ്യം, ചിക്കൻ്റെ സ്റ്റോക്ക് അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് 2 ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. പക്ഷേ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളൂ, കാരണം ചിക്കൻ സ്റ്റോക്ക് 1 ഗ്ലാസോളം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് ഒഴിച്ചുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 3.5 ഒഴിച്ചോളൂ. പിന്നെ എന്നിട്ട് അടച്ചു വെച്ചിട്ട് വെള്ളം നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചു. ഇനി ഈ ചിക്കനൊക്കെ നന്നായി വെന്തക്കണം അതിൽ കിടന്നിട്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ ഞാൻ അതിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 45 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി അരിയാണ്. 45 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അരിയുടെ ചിലപ്പോൾ ആ ഒരു വേവ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ചിലത് ഒരുപാട് സമയമായിട്ട് അങ്ങ് ഇതായിപ്പോവും, പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഞാൻ അപ്പോൾ ഈ റൈസിന് 45 മിനിറ്റ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ആയാലും മതി. സോക്ക് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഒന്നുമില്ല, സിമ്പിളാണ്. ഇതങ്ങ് അടച്ചു വെക്കുക. ഇപ്പോൾ ദേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഇവിടെ നമ്മുടെ കപ്സയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഇതിൽ കണ്ടില്ലേ, കുറച്ച് വെള്ളം പോലെയൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ അത് കാര്യമൊക്കെ അല്ല. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം എന്തായാലും ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് അടച്ചു വെക്കും. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ കപ്സ കറക്റ്റ് ആ വെള്ളമൊക്കെ പോയി നല്ലൊരു പരുവത്തിലായിട്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതിന് വെള്ളം കറക്റ്റാണ്. ഞാൻ ഒരു 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്കും, അങ്ങനെയാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതങ്ങ് അടച്ചു വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഞാൻ എടുത്തത് ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ ഓൾറെഡി വെന്തതല്ലേ, അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചു. പക്ഷെ അത് പണി പാളിപ്പോയി കേട്ടോ. അതങ്ങനെ അത് എന്നോട് അവർ പറഞ്ഞതാണ്, അവരൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വെച്ചു. പക്ഷെ എനിക്ക് ആ ഒരു ടേസ്റ്റ് കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനത് എടുത്തിട്ട് എന്ത് ചെയ്തു, ഞാൻ സാധാരണ കപ്സയ്ക്ക് ഇങ്ങനെയല്ല വെക്കാറ്. ഇതുപോലെ ചിക്കൻ എടുത്തിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് ഫ്രൈയിങ് പാനിൽ ജസ്റ്റ് കുറച്ചൊന്ന് ഓയിൽ ഇങ്ങനെ തൂക്കി കൊടുക്കും. എന്നിട്ട് ഇത് അപ്പുറം ഇപ്പുറം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ, ജസ്റ്റ് ഫ്രൈ ചെയ്യാതെ ജസ്റ്റ് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അതേ പ്രൊസീജിയർ തന്നെ ഓവനിൽ എടുത്തിട്ട് ഞാൻ നേരെ ചെയ്തു കേട്ടോ. എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അതെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വെക്കുന്ന സമയത്താണല്ലേ നല്ല ചിക്കൻ നല്ലൊരു കളറും അതുപോലെ ടേസ്റ്റൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഓവനിൽ വെച്ചിട്ട് ഇനി എന്തോ ഞാൻ വെച്ചത് ശരിയാവായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പാത്രത്തിലൊക്കെ ആക്കിയല്ലേ വെച്ചത്, അതുകൊണ്ടായിരിക്കും. എനിക്ക് അതിനോട് അവർ പറഞ്ഞ പോലെ ഞാൻ വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഓവനിൽ വെക്കണമെന്നൊന്നുമില്ല, ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് അടച്ചു വെച്ചു. ഇനി അതിൻ്റെ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഞാൻ ഒരു തക്കാളിയും അതുപോലെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് എത്രയെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എണ്ണമൊക്കെ ഇടാം. സാധാരണ ഇതിൻ്റെ സൈഡ് ഡിഷ് ആയിട്ട് ഈ സംഭവം നമുക്ക് കിട്ടുന്ന സമയത്ത് നല്ല എരിവ് ഉണ്ടായിരിക്കും. നമ്മുടെ മോനുള്ളതുകൊണ്ടാണ് ഞാൻ 1 ഇട്ടത് കേട്ടോ. അപ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല. അതിൻ്റെ എരിവ് ഇങ്ങനെ നന്നായിട്ട് വരണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. മോന് കഴിക്കുന്ന കാരണം അങ്ങനെ ഇട്ടതാണ്.
എന്നിട്ട് ഈ ഒരു ചോപ്പറിൽ ഇട്ടിട്ടാണ് ഞാൻ വലിക്കുന്നത്. ഇത് മിക്സിയിൽ അരക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്ന് പോയി കഴിച്ചിട്ടുള്ള അതേപോലെ മിക്സിയിൽ അരക്കുന്ന സമയം നല്ലോണം പേസ്റ്റായി വരും അത്. പക്ഷേ ഈ ചോപ്പറിൽ ഇടുമ്പോൾ അവരുണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ അതേ ടേസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോപ്പർ കയ്യിലുണ്ടെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ആക്കിക്കോളൂ, അതാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് വരിക. ഇനി ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് വിനീഗർ, തക്കാളി ഓൾറെഡി ഉണ്ട്, വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ ഇവിടെ റെഡിയായി. തൈരും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്ലേറ്റ് അങ്ങനെ വെച്ചിട്ട് കഴിക്കുക ചെയ്യാം. മോനും ഉണ്ടാവും, എല്ലാവരും കൂടെ ഇരുന്നങ്ങ് കഴിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ലഞ്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് സവോള എടുത്തിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പോകണം. നമ്മൾ അരിയല്ലേ ചെയ്യുക സാധാരണ. പക്ഷേ ഈ ഒരു സംഭവം ചോപ്പർ കിട്ടിയതിന് ശേഷം ഞാനിങ്ങനെ ഇതൊന്നും ഉണ്ടാക്കുമ്പോൾ അരിയാറില്ല. ജസ്റ്റ് ഇതിലിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യാറ് കേട്ടോ. അതാണ് എളുപ്പമായിട്ട് തോന്നാറ്. പിന്നെ പെട്ടെന്ന് വയന്ന് കിട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് കുറേ നേരമായിട്ട് വയറ്റൊന്നും വേണ്ട ഇതിലാവുമ്പോൾ, കാരണം കുഞ്ഞ് പീസുകളായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതെ ഇത് റെഡിയായി. ഇനി ഇതിൽ അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സവോളയോടെ ഞാൻ ചോപ്പ് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ട്, അതും ഇതേപോലെ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതും ഇതേപോലെ ഇതിലോട്ട് ഇട്ടിട്ട് അങ്ങ് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിങ്ങനെ നമ്മൾ വലിച്ച് അങ്ങ് ഇതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതേപോലെ വല്ലാണ്ട് അങ്ങ് ഇതാവില്ല, എന്നാൽ ഒരു നല്ലൊരു രീതിയിൽ അതങ്ങ് കിട്ടും. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ ഇതിൽ ഇത്രേ കൂട്ടിയിട്ടുള്ളൂ. ഇനി ഇതിൽ വേറെ നമ്മൾ മീൻസ് ചിക്കനോ അല്ലെങ്കിൽ മീനോ വെജിറ്റബിൾ ഒന്നും കൂട്ടുന്നില്ല. ഇത് വെച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാകും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ച് കൂട്ടിയിട്ടാൽ മതി, ഉരുളക്കിഴങ്ങ് കട്ട്ലേറ്റ് ആ ഒരു രീതിയിൽ. അപ്പോൾ ഇനി സവോള മാത്രമല്ല കേട്ടോ, എല്ലാം കൂടെ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ അതിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയല്ലോ. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനത് ഹസ്ബൻഡ് അത് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ തന്നെ ഓൾറെഡി സമയമായി, 4 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വിടുമ്പോൾ തന്നെ ഇതിന് നിന്നു. അത് കഴിഞ്ഞ് കിച്ചണും കൂടെ ക്ലീൻ ആക്കിയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ മോനി സമയത്ത് ഇപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങ് തീർക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തു. അതിന് നന്നായിട്ട് അങ്ങ് സോട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഞാൻ ചേർത്തു. പിന്നെ കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിതായിട്ട് നമ്മൾ എന്ത് കട്ട് ചെയ്താലും പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ടു. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാലയുടെ പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ടു. ഇത്രേ ഇടുന്നുള്ളൂ, മസാലയായിട്ട് വേറെ ഒന്നുമില്ല. അത്ര ഇട്ടിട്ട് ഇനി കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഞാനിത് ട്യൂണ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ട്യൂണ ഫിഷ് നമ്മൾ കാനിൽ കിട്ടില്ലേ, അതിൻ്റെ ആ എണ്ണ അങ്ങ് കളഞ്ഞിട്ട് അത് നന്നായിട്ട് അങ്ങ് സ്ക്വീസ് ചെയ്തെടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കും, എന്നിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു തന്തൂരി മസാല പൊടി കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതുകൂടെ ഇട്ടങ്ങ് ജസ്റ്റ് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഉണ്ടാക്കാനുള്ള ഒരു മസാല റെഡിയായി. അപ്പോൾ അതേ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയാലല്ലേ ഇതൊന്ന് നമുക്ക് കയ്യിലെടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ഇതേ അവിടെ പാച്ചക്ക ഇത് മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കടായിൽ എണ്ണ ഒഴിച്ചിട്ട് അതിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതും അവിടെ റെഡി ആവുന്നുണ്ട്.
അപ്പോൾ മുട്ട ബജി നല്ല മുട്ട ബജി നിങ്ങളിങ്ങനെ ഇത്രയും കുറച്ച് സമയം ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കലില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിന്നെ നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പത്തിന് മോന് എണീറ്റ് വന്നു കേട്ടോ. മോന് കുറച്ചൊരു ഇറങ്ങി എണീറ്റ് വന്നു. അപ്പോൾ മോന് വാശിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് മോർണിംഗ് കൂടെ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ പാത്രങ്ങളുണ്ട് കുറേ, കിച്ചണൊന്ന് വൃത്തിയാക്കാണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ എനിക്ക് കട്ട്ലറ്റിൻ്റെ ഫില്ലിങ് ഇതാ അവിടെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ്. മുട്ട ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 എണ്ണം കൂടെ ഉള്ളൂ ഇനി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിനി ഈ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. സാധാരണ നമ്മൾ ഏതൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് എഗ് ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ മുട്ട ബജി ഓൾറെഡി പൊരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതും പാച്ചക്ക ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മോനെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ മോന് നല്ല വാശിയുണ്ട്, നിലത്തിറങ്ങുന്നേ ഇല്ല. അപ്പോൾ അതായത് സമയവും ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ 4 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും വേണം. ഇനിയിപ്പോൾ ഞാൻ മോന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോയാൽ വിശക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അവന് സേമിയ പായസം, നമ്മൾ സേമിയ ഉണ്ടാക്കില്ലേ, അതിങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിൽ സേമിയ ഇത് റൈസിൻ്റെയാണ് കേട്ടോ. റൈസിൻ്റെ സേമിയ കിട്ടില്ലേ നമുക്ക്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അതിട്ട് കൊടുത്തു. സേമിയ ഇട്ട് കൊടുത്തിട്ട് ഷുഗറും ഇട്ടിട്ട് പിന്നെ അതിലേക്ക് അമൃതം പൊടിയില്ലേ, അത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. കാരണം അവ അത് അങ്ങനെ കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സാഫ്രോണും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങ് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ മോന് കൊണ്ടുപോകാനുള്ളത് റെഡിയായി, കട്ട്ലറ്റും റെഡിയായി, അതുപോലെ മുട്ട ബജി റെഡിയായി, പാത്രങ്ങളും റെഡിയായി കിടക്കുന്നുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം പോവാനായിട്ട്. ഇപ്പോൾ അതെല്ലാം ക്ലീനാക്കി എനിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മോന് രാത്രിക്കുള്ള ചോറും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി റെഡിയായി. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് അടിച്ചു വാരി ഇട്ടിട്ടേ ഉള്ളൂ, തുടച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇനി നാളെ വേണം അതൊക്കെ ചെയ്യാൻ, തുടക്കാലൊക്കെ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 3:15 കേട്ടോ. ഇനിയിപ്പോൾ 4 മണിയാകുമ്പോഴത്തേനും നമ്മുടെ നെഹ്ദയിൽ, ഷാർജയിൽ നെഹ്ദയിൽ പോണ്ട് പാർക്കില്ലേ, അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ മീറ്റപ്പ്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല ട്രാഫിക്കും ഒക്കെ ഉണ്ടാവും. ഇനി ട്രാഫിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ടൈം എടുക്കും. അപ്പോൾ കുറേ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് പുറത്ത് പോകുമ്പോഴുള്ള വീഡിയോസ് അങ്ങനെ കാണാറില്ല എന്ന്. അപ്പോൾ അതാണ് ഞാനിതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പുറത്തത്തെ വ്യൂസൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് അതത്ര ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ, പുറത്തുള്ളതൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ ഇതിൽ കുറച്ച് ലോങ് ആയിട്ട് ഞാൻ വഴികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് അത് കാണാൻ ഇഷ്ടമുണ്ടായിരിക്കും, ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണട്ടെ. ഇപ്പോൾ എല്ലാവർക്കും സ്ഥലങ്ങൾ ഇതുപോലെ കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ കാണാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ കുറച്ചങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും. ഇത് ഞങ്ങളുടെ അവിടെ നിന്ന് പോകുമ്പോഴുള്ള ആ ഒരു വഴിയാണ്. നല്ല രസമുള്ള പ്ലേസാണ് കേട്ടോ ഇത്. കസ്ബ എന്ന് പറയും.
ഇവിടെ വൈകുന്നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. രാത്രിയൊക്കെ ഇപ്പോൾ നല്ല ഉച്ചയ്ക്കൊന്നും പറ്റില്ല, നല്ല വെയിലായി. തണുപ്പ് സമയത്തൊക്കെ നല്ല രസമായിരുന്നു അവിടെ വന്നിരിക്കാൻ. അപ്പം ഞങ്ങൾ പാർക്കിൽ എത്തി. ഇനിയിപ്പോൾ അവരെവിടെയെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം. അവിടെ കുറേ മീറ്റപ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയാണ് കേട്ടോ എല്ലാവരും വന്നിട്ടുള്ളത്. പക്ഷെ കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ, ഇനിയും കുറേ പേര് വരാനുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാറ്റ് വിരിച്ചിട്ട് അവിടെ എല്ലാവരും കൊടുന്ന സ്നാക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ ആൾക്കാർക്ക് പരിചയപ്പെടാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ട്, പുതിയ മെമ്പേഴ്സിന് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ മുന്നേ കുറച്ച് കോമ്പറ്റീഷൻസൊക്കെ, കുക്കിംഗ് കോമ്പറ്റീഷൻസും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസും ഒക്കെ ഇവിടെ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു മെഹന്തി കോമ്പറ്റീഷൻ പോലെ അത് നടത്തിയിരുന്നു. അതിൻ്റെയും പ്രൈസൊക്കെ അവിടെ വെച്ച് തന്നെ കൊടുത്തു. പിന്നെ ഇത് മലബാർ അടുക്കളയുടെ ലോഗോ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഇത്ത കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് പോയി ഒന്ന് വീണു. അപ്പോൾ ഞാനും ഹസ്ബൻഡൊക്കെ അവൻ്റെ പിറകെ ഇങ്ങനെ ഓടുമായിരുന്നു. അതുകൊണ്ട് കുറേ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ എല്ലാം കഴിച്ച് വൈകുന്നേരമായി. അപ്പം കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും നിസ്കരിക്കാനും ഉള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളൊരു 7 മണി ഒക്കെ ആയപ്പോൾ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ലെങ്ത്ത് കൂടുതലായോ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ്പ് വാച്ചിങ്.